നമസ്കാരം. 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള 20 ഡേയ്സ് ചാലഞ്ചിന്റെ ഡേ 10 ആണ്. അങ്ങനെ നമ്മൾ 10ാമത്തെ ദിവസത്തിലേക്ക് കടന്നെത്തിയിരിക്കുകയാണ്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ 10 ദിവസമാണ്. അപ്പൊ എല്ലാവരും ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് തന്നെ പഠിക്കുക. അപ്പൊ പല ആളുകൾക്കൊരു സംശയമാണ്, ഇനിയുള്ള ദിവസങ്ങളിൽ എന്നെ കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ, അങ്ങനെയുള്ള ഒരു സംശയമൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ തീർത്തും നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി 10 ദിവസം മാത്രമല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നതിന് പകരമായിട്ട് എന്റെ മുന്നിൽ ഇനി 10 ദിവസമുണ്ട്, ഈ 10 ദിവസം കൊണ്ട് ഞാൻ എന്റെ മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കും എന്നുള്ള വിശ്വാസത്തിൽ വേണം പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിലൊക്കെ നിങ്ങളുടെ പഠനം മുന്നോട്ട് പോവുക. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്ത ഇന്ത്യൻ ജോഗ്രഫി ഒക്കെ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് കരുതുകയാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ച ശേഷം ഇന്ന് രാത്രി നിങ്ങൾക്ക് അതിന്റെ എക്സാം ഉണ്ടോ, അപ്പൊ എല്ലാവരും അതൊന്ന് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം ഇന്നും നാളെയായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേരള ജോഗ്രഫിയാണ്. നിങ്ങൾക്കറിയാലോ, കേരള ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 10 മാർക്കാണ് ചോദിക്കുക. അപ്പൊ ഇന്നും നാളെയായിട്ട് നമ്മൾ കേരള ജോഗ്രഫി അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളായിരിക്കും കവർ ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാൻ തയ്യാറായിട്ട് ഇരിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കൂടെ തന്നെ പഠിച്ചു പോവാ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം. ഓക്കെ, അപ്പൊ നമ്മുടെ കേരള അടിസ്ഥാന വസ്തുതകളുമായി ബന്ധപ്പെട്ട് സ്ഥിരം ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ അതിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ് വരുന്നത്? ഏതാണ്? ബുദ്ധമയൂരിയാണ് അല്ലെ. ബുദ്ധമയൂരിയാണ് കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കേരളത്തിന്റെ ബേസിക് ഫാക്ടുകൾ നോക്കാം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്പീഡിൽ ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. നമുക്കറിയുന്ന ഒരു കാര്യമാണ് അല്ലെ, നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ചോദിച്ചാല് എന്താണ്? കണിക്കൊന്നയാണ് അല്ലെ. അതെല്ലാവർക്കും അറിയുന്നതാണ്. കണിക്കൊന്നയാണ് നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം എന്ന് പറയുന്നത്. ഔദ്യോഗിക വൃക്ഷമാണെങ്കിലോ അതേതായിരുന്നു? തെങ്ങ് അല്ലെ. തെങ്ങാണ് കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം എന്ന് പറയുന്നത്. അതുപോലെ പക്ഷിയാണെങ്കിലോ മലമുഴക്കി വേഴാമ്പലാണ് അല്ലെ. നമ്മുടെ ദേശീയ പക്ഷിയാണെങ്കിലാണ് കേട്ടോ മയില്. പല ആളുകൾക്കും ഇപ്പോഴും തെറ്റാറുണ്ട്, അപ്പൊ മനസ്സിലാക്കി വെക്കണേ. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി എന്ന് പറയുന്നത് ഏതാണ്? മലമുഴക്കി വേഴാമ്പലാണ്. അതുപോലെ കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ചോദിച്ചാൽ അതേതാണ്? ആനയാണ് അല്ലെ. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? ആനയാണ്. ഇനി ഔദ്യോഗിക മത്സ്യം ചോദിച്ചാൽ അത് കരിമീനാണ്. പിന്നെ ഔദ്യോഗിക ഫലം ചോദിച്ചാൽ അതെന്താണ്? ചക്കയാണ്. അതുപോലെ ഔദ്യോഗിക ചിത്രശലഭം ആയിരിക്കും കുറച്ചെങ്കിലും പേർക്ക് കിട്ടാത്തത്. അപ്പൊ ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചു വെച്ചേക്കുക. കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭം എന്ന് പറയുന്നത് ഏതാണ്? ബുദ്ധമയൂരിയാണ്. ഏതാണ്? ബുദ്ധമയൂരി. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ചോദിച്ചാൽ അത് തെങ്ങാണ്. പക്ഷിയാണെങ്കിലോ മലമുഴക്കി വേഴാമ്പല്. മൃഗമാണെങ്കിൽ ആനയാണ്. മത്സ്യമാണെങ്കിലോ കരിമീനാണ് കേട്ടോ. കരിമീനാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം എന്ന് പറയുന്നത്. ഫലം ചോദിച്ചാൽ അതെന്താണ്? ചക്കയാണ് അല്ലെ. ചക്കയാണ് കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായിട്ട് പറയുന്നത്. അതുപോലെ കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭം ചോദിച്ചാൽ അതേതാണ്? അതാണ് ബുദ്ധമയൂരി. ഇനി തെറ്റാൻ പാടില്ല, കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. ഓക്കെ, അതെല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും അല്ലെ. ഏതാണ്? ഇടുക്കിയാണ് അല്ലെ. ഇടുക്കിയാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? അത് ആലപ്പുഴയാണ്. അപ്പൊ ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. വലിയ ജില്ല ചോദിച്ചാൽ അതേതാണ്? ഇടുക്കിയാണ്. തെറ്റിപ്പോകരുത്. ഇടുക്കിയാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത്. ചെറിയ ജില്ല എന്ന് പറയുന്നത് നോർമലി എല്ലാവർക്കും അറിയുന്നതായിരിക്കും ആലപ്പുഴ അല്ലെ. ആലപ്പുഴ തന്നെയാണ് ഇപ്പോഴും കേരളത്തിലെ ചെറിയ ജില്ല എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ജനസംഖ്യ കൂടിയ ജില്ല ചോദിച്ചാലോ അതേതാണ്? അത് മലപ്പുറം ആണ് കേട്ടോ. മലപ്പുറമാണ് ജനസംഖ്യ കൂടിയ ജില്ല എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? അത് മലപ്പുറമാണ്. ജനസംഖ്യ കുറഞ്ഞ ജില്ലയാണെങ്കിൽ അതേതാണ്? അത് വയനാടാണ്. ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടാണ്. മാറരുത്. ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ്. പക്ഷെ ജനസംഖ്യ കൂടുതൽ എവിടെയാ വരുന്നത്? അത് മലപ്പുറത്ത്. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ജില്ല ചോദിച്ചാൽ അതേതാണ്? അത് ആലപ്പുഴയാണ്. എന്നാൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ചോദിച്ചാൽ അതേതാണ്? അത് വയനാടാണ്. ഓക്കെ, ഇനി ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതാണെങ്കിൽ അതേതാണ്? അതും മലപ്പുറം തന്നെയാണ്. ജനസംഖ്യ കൂടുതലും അതുപോലെ തന്നെ ജനസംഖ്യ വളർച്ചാ നിരക്കും കൂടുതലും ഏത് തന്നെയാണ്? മലപ്പുറം തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം, ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ചോദിച്ചാൽ അതേതാണ്? അത് പത്തനംതിട്ടയാണ് കേട്ടോ. മാറിപ്പോകരുത്. ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതാ? അത് വയനാടാണ് അല്ലെ. എന്നാൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല ചോദിച്ചാലോ അത് പത്തനംതിട്ടയാണ്. ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല ചോദിച്ചാല് അത് പത്തനംതിട്ടയാണ്. അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്ത്രീ പുരുഷാനുപാതം. അപ്പൊ കേരളത്തിലെ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടിയ ജില്ല ചോദിച്ചാൽ അതേതാണ്? അത് കണ്ണൂരാണ് കേട്ടോ. അപ്പൊ ഓർത്തു വെച്ചേക്കണം, ചോദിക്കാറുള്ളതാണ്. കേരളത്തില്
സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ ജില്ല ഏതാ വരുന്നത്? കണ്ണൂര്. കേരളത്തില് സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ ജില്ല കണ്ണൂരാണ്. കുറവാണെങ്കിൽ അതേതാണ്? അത് ഇടുക്കിയാണ് കേട്ടോ. സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ ജില്ലയാണ് ഇടുക്കി എന്ന് പറയുന്നത്. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി പറയാം, ഒക്കെ കിട്ടുന്നുണ്ടോ നോക്കണേ. നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് ഏതാ? ഇടുക്കിയാണ്. ജനസംഖ്യ കൂടിയ ജില്ല ചോദിച്ചാൽ അത് മലപ്പുറമാണ്. ഇനി ഏറ്റവും ചെറിയ ജില്ല ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. അതുപോലെ തന്നെ ജനസംഖ്യ കുറഞ്ഞ ജില്ല ചോദിച്ചാൽ അത് ഏതാണ്? വയനാടാണ്. ഇനി ജനസംഖ്യ വളർച്ചാ നിരക്ക് ചോദിച്ചാലും ഏറ്റവും കൂടുതൽ ചോദിച്ചാലും അത് ഏത് തന്നെയാണ്? മലപ്പുറം തന്നെയാണ്. എന്നാൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ചോദിച്ചാൽ അത് ഏതാ വരുന്നത്? അത് പത്തനംതിട്ടയാണ് വരുന്നത്. അതുപോലെ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടിയ ജില്ല ഏതാണ്? ഏതാ വരുന്നത്? സ്ത്രീ പുരുഷാനുപാതം കൂടിയത് കണ്ണൂര് അല്ലെ? കണ്ണൂരാണ്. കുറവാണെങ്കിൽ അതേതാണ്? അത് ഇടുക്കിയാണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതാണ്: കേരളത്തിലെ നദികളില് കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? അപ്പൊ നിങ്ങൾക്കറിയാലോ, നദികളുമായി ബന്ധപ്പെട്ട് സ്ഥിരം ഒരു ക്വസ്റ്റ്യൻസ് ഉറപ്പിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് നദികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോട്ടേക്കൊക്കെ പോകാം. അതിനു മുന്നേ ആയിട്ട് കിഴക്കോട്ടൊക്കെ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കബനിയാണ് അല്ലെ? കബനി, ഭവാനി, പാമ്പാർ, ഇതൊക്കെ ഈ മൂന്നെണ്ണമാണ് കിഴക്കോട്ടേക്ക് ഒഴുകുന്ന നദികൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, കേരളത്തിലെ നദികളുടെ എണ്ണം ചോദിച്ചാൽ അത് എത്രയാണ്? എത്ര നദികളുണ്ട്? 44 നദികളാണ്. എല്ലാവർക്കും അറിയൂലേ? 44 നദികളാണ്. അതുപോലെ തന്നെ 34 കായലുകളാണ് അല്ലെ? അപ്പൊ 44 നദികളാണെങ്കിൽ 34 കായലുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തു വെച്ചേക്കണം, എത്ര നദികളുണ്ട്? 44 നദികൾ. അതില് 41 നദികളും എങ്ങോട്ടേക്കാണ് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ടേക്കാണ് ഒഴുകുന്നത്. അതിൽ വരുന്ന ബാക്കി 3 ഉണ്ടല്ലോ, അതാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? കിഴക്കോട്ടേക്ക് പോകുന്നത്. കിഴക്കോട്ടേക്ക് 3 ഏതൊക്കെയാണ് ആ 3? കബനി, ഭവാനി, പാമ്പാർ അല്ലെ? നമ്മൾ ആ ഒരു ഓർഡറിലാണ് പറയാറ്. കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ. അവിടെ നമ്മൾ കബനിയിൽ നിന്നാണ് തുടങ്ങിയല്ലേ? അപ്പൊ കബനി കിഴക്കോട്ട് അങ്ങനെ കിട്ടുമല്ലോ. അപ്പൊ ഇനി മാറാൻ പാടില്ല. കിഴക്കോട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരണം കബനി, ഭവാനി, പാമ്പാർ. ഈ 3 കിഴക്കോട്ടേക്ക് ഒഴുകുന്നത്. ബാക്കിയുള്ള 41 എങ്ങോട്ടേക്കാ പോകുന്നത്? പടിഞ്ഞാറോട്ടേക്കാണ് ഒഴുകുന്നത്. അപ്പൊ 41 നമുക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഈ 3 എന്ത് ചെയ്യാം? ഒന്ന് പഠിച്ചു വെച്ചേക്കണം. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എന്ന് പറഞ്ഞിട്ട് കബനി, ഭവാനി, പാമ്പാർ. ഓക്കെ, അപ്പൊ 44 നദികളാണ് മൊത്തം ഉള്ളത്. അതിലെ 41 നദികളും പടിഞ്ഞാറോട്ടും, ബാക്കി വരുന്ന 3 എങ്ങോട്ട് ഒഴുകുന്നത്? കിഴക്കോട്ടേക്ക് ഒഴുകുന്നത്. ഇനി ഈ നദികളിൽ തന്നെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ അതേതാണ്? പെരിയാർ ആണ് അല്ലെ? 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലാക്കുക, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ ആണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ചോദിച്ചാലോ? അത് മഞ്ചേശ്വരം പുഴയാണ് കേട്ടോ. 16 കിലോമീറ്റർ ആണ് നമ്മുടെ മഞ്ചേശ്വരം പുഴയുടെ നീളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് മുന്നേ ആയിട്ട് നമ്മളിപ്പം ഒരു ജലപ്രവാഹത്തെ എത്ര കിലോമീറ്ററിൽ കൂടുതലായി കഴിഞ്ഞാലാണ് അതിനെ നദിയായിട്ട് പരിഗണിക്കുക എന്ന് ചോദിച്ചാല് മനസ്സിലാക്കുക, 15 കിലോമീറ്റർ ആണ് കേട്ടോ. അതായത് 15 കിലോമീറ്ററിൽ കൂടുതലുള്ള ജലപ്രവാഹങ്ങളെയാണ് എന്തായിട്ട് പരിഗണിക്കുന്നത്? നദികളായിട്ട് പരിഗണിക്കുന്നത്. ഓക്കെ, എത്ര കിലോമീറ്റർ ആണ്? 15 കിലോമീറ്ററിൽ കൂടുതലുള്ള ജലപ്രവാഹങ്ങൾ. അങ്ങനെയുള്ളതിനെയൊക്കെയാണ് നമ്മൾ നദികളായിട്ട് പരിഗണിക്കുക. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, മഞ്ചേശ്വരം പുഴയുടെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 16 കിലോമീറ്റർ ആണ് അല്ലെ? അതൊരു നദി ആവണമെങ്കിൽ എത്രയാണ്? 15 കിലോമീറ്റർ ആണ്. അതിനേക്കാൾ 1 കിലോമീറ്റർ കൂടി കൂടിയിട്ട് 16 കിലോമീറ്റർ ആണ് ആർക്കുള്ളത്? നമ്മുടെ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയായിട്ടുള്ള മഞ്ചേശ്വരം പുഴയ്ക്കുള്ളത്. അപ്പൊ ഏറ്റവും നീളം കൂടിയ നദിയായ നമ്മുടെ പെരിയാറിന്റെ നീളം ചോദിച്ചാൽ അത് എത്രയായിരുന്നു? 244 കിലോമീറ്റർ ആണ്. പഠിക്കണേ, ഒരുപാട് തവണ ചോദിച്ചതാണ്. 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും നീളം കൂടിയ നദി നമുക്ക് കിട്ടി, പെരിയാറാണ്. ഏറ്റവും നീളം കുറഞ്ഞ നദിയും നമുക്ക് കിട്ടി, അതേതാണ്? മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയായിരുന്നു? 16 കിലോമീറ്റർ. പെരിയാറിന്റേതാണെങ്കിലോ 244 കിലോമീറ്റർ ആണ്. ഇനി നമ്മൾ പറഞ്ഞു എത്ര കിലോമീറ്ററിൽ കൂടുതലുള്ള ജലപ്രവാഹങ്ങളെയാണ് നദിയായിട്ട് പരിഗണിക്കുന്നത് എന്ന് ചോദിച്ചാൽ എത്രയായിരുന്നു? 15 കിലോമീറ്റർ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ചോദിച്ചാൽ അതേതാണ്? ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത്? അത് കാസർഗോഡ് ആണ് കേട്ടോ. ചോദിക്കാറുണ്ട്, ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കാസർഗോഡ് ആണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട നദികൾ നോക്കുക, അതിന്റെ നീളവും നോക്കാം കേട്ടോ. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ അതിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ? പെരിയാർ ഏറ്റവും നീളം കൂടിയ നദിയാണ്. 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം എന്ന് പറയുന്നത്. ഇനി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് നമ്മുടെ ഭാരതപ്പുഴയാണ്. 209 കിലോമീറ്റർ ആണ്
ആരുടേത്? ഭാരതപ്പുഴയുടെ നീളം എന്ന് പറയുന്നത്. അപ്പൊ 244 പെരിയാറും 209 ഭാരതപ്പുഴയുടെ നീളം. അത് കഴിഞ്ഞ് വരുന്നത് പമ്പയാണ്. പമ്പയുടെ നീളം ചോദിച്ചാൽ അത് എത്രയാണ്? 176 കിലോമീറ്റർ ആണ്. എത്രയാണ്? 176 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ടാണ് ചാലിയാർ വരുന്നത്. അത് 169 കിലോമീറ്ററും. അതും കഴിഞ്ഞിട്ടാണ് ചാലക്കുടി പുഴ വരുന്നത്. അത് എത്രയാ വരുന്നത്? 145.5 കിലോമീറ്റർ. ഇത് നിങ്ങൾക്ക് ഓർത്തു വെക്കാനായിട്ട് പെരിയാർ പി അല്ലേ, ഭാരതപ്പുഴ ബി ആണ്, പമ്പ പി ആണ്, ചാലിയാർ സി. ഇത്രയും ഒന്ന് ഓർമ്മയിൽ ഉണ്ടായാൽ മതി. പി ബി പി സി ആണ്. അതില് പി മാറിപ്പോകരുത്. പെരിയാറാന്ന് എല്ലാവർക്കും അറിയാലോ, വലുത്. അപ്പൊ പി, ആദ്യത്തെ പി എന്ന് പറയുന്നത് പെരിയാറാണ്, പിന്നെ ഭാരതപ്പുഴയാണ്, അടുത്ത പി എന്ന് പറയുന്നത് പമ്പയാണ്, പിന്നെയാണ് ചാലിയാർ വരുന്നത്. 5ാം സ്ഥാനത്താണ് ചാലക്കുടി എന്ന് അങ്ങ് ഓർത്തു വെച്ചേക്കാം കേട്ടോ. അപ്പൊ ഇതാണ് ഒരു ഓർഡർ. ഒരു പ്രാവശ്യം പരീക്ഷയിൽ ഇങ്ങനെ ഓർഡറിലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പി ബി പി സി എന്ന് ഓർത്തു വെച്ചേക്കുക. പി എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് പെരിയാർ, അത് കഴിഞ്ഞിട്ട് ഭാരതപ്പുഴ ബി, ഭാരതപ്പുഴ സി, ചാലിയാർ, പിന്നെ ഏതാ വരുന്നത്? ചാലക്കുടി പുഴ. അപ്പൊ ഈ ഒരു ഓർഡർ മനസ്സിലുണ്ടാവണം. ഇനി നീളം നോക്കുന്ന സമയത്ത് പെരിയാറിന്റെ നീളം എല്ലാവർക്കും അറിയാം അല്ലെ, 244 കിലോമീറ്റർ ആണ്. ഭാരതപ്പുഴയാണെങ്കിലും ഏകദേശം 200 തന്നെയാണ് അല്ലെ, 209 കിലോമീറ്റർ ആണ്. എത്രയാണ്? 209 കിലോമീറ്റർ. പിന്നീട് അങ്ങോട്ടേക്ക് വരുന്ന പമ്പയും ചാലിയാറും നോക്കുമ്പോൾ 100 ആ ഒരു കണക്കാ വരുന്നത്. പമ്പയാണെങ്കിൽ 176 കിലോമീറ്ററും ചാലിയാർ ആണെങ്കിൽ 169 കിലോമീറ്ററും ആണ്. ഇനി നമ്മുടെ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ചാലക്കുടി പുഴ എത്രയാണ്? 145.5 അല്ലെ, ഒരു 5ന്റെ കളിയാണ്. 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ചാലക്കുടി പുഴയുടെ നീളം എത്രയാണ്? 145.5 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പെരിയാറിനെ പറ്റിയിട്ട് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യം എന്താ? ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. പെരിയാറിന്റെ നീളം എന്ന് പറയുന്നത് 244 കിലോമീറ്റർ. ആ കാര്യമൊക്കെ നമുക്കറിയാം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പെരിയാർ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? എവിടെ നിന്നാണ്? നമ്മുടെ തമിഴ്നാട് ശിവഗിരി മലകളിൽ നിന്നാണ് ഏത് നദി ഉത്ഭവിക്കുന്നത്? നമ്മുടെ പെരിയാർ ഉത്ഭവിക്കുന്നത്. അപ്പൊ തമിഴ്നാട്ടിൽ നിന്നാണ്, തമിഴ്നാട്ടിലെ ശിവഗിരി മലയിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള പെരിയാർ ഉത്ഭവിക്കുന്നത്. ഇനി അത് എവിടെ പോയിട്ടാ പതിക്കുന്നത്? വേമ്പനാട്ട് കായലിലെ, വേമ്പനാട്ട് കായലിലാണ് ആര് പതിക്കുന്നത്? പെരിയാർ പോയിട്ട് പതിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഈ പെരിയാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ജീവരേഖ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണ് ഏത്? പെരിയാർ. അതുപോലെ തന്നെ പുരാണങ്ങളില് പൂർണ്ണ, ചൂർണി എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന നദിയാണ് ഏത്? പെരിയാർ എന്ന് പറയുന്നത് കേട്ടോ. പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. പൂർണ്ണ, ചൂർണി അല്ലെ, ഏകദേശം ഒരേ പേരാണ്. പൂർണ്ണ, ചൂർണി, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന നദി ഏതാണ്? അത് പെരിയാറാണ്. ഓക്കെ, എന്തൊക്കെയാ പറഞ്ഞത്? പൂർണ്ണ, ചൂർണി എന്നൊക്കെ അറിയപ്പെടുന്ന നദി ഏതാണ്? പെരിയാർ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അതും പെരിയാർ. ഇനി പെരിയാർ ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്? ഏതൊക്കെയാണ്? എറണാകുളം എല്ലാവർക്കും അറിയാം അല്ലെ. എറണാകുളം ഒരുവിധ ആളുകൾക്ക് അറിയുന്നതാണ്. എറണാകുളത്ത് കൂടെ പെരിയാർ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇടുക്കി അല്ലെ, ഇടുക്കി ഡാം ഒക്കെ വരുന്നത് എവിടെയാണ്? പെരിയാറിലാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി എറണാകുളം, ഇടുക്കി ജില്ലകളിലൂടെയൊക്കെയാണ് പെരിയാർ പോകുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളൊക്കെ ഉള്ള നദി ഏതാണെന്ന് ചോദിച്ചാലും അതേതാണ്? പെരിയാറാണ് അല്ലെ. നമുക്കറിയാം ഇടുക്കിയൊക്കെ എവിടെയാണ് വരുന്നത്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയൊക്കെ എവിടെയാ വരുന്നത്? നമ്മുടെ പെരിയാറിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളൊക്കെ വരുന്നത് ഈ പറയുന്ന പെരിയാർ നദിയിലാണ്. ഓക്കെ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത് പെരിയാറുമായി ബന്ധപ്പെട്ടിട്ട്? പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. 244 കിലോമീറ്റർ ആണ്. ഇനി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാല് തമിഴ്നാട്ടിലെ ശിവഗിരി മലകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പോയി പതിക്കുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിന്റെ ജീവരേഖ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പൂർണ്ണ, ചൂർണി ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന നദിയാണ് നമ്മുടെ പെരിയാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇടുക്കി, എറണാകുളം ജില്ലയിലൂടെയാണ് നമ്മുടെ പെരിയാർ പോകുന്നത്. പിന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളൊക്കെയുള്ള നദി എന്ന് പറയുന്നതും ഏത് നദിയാണ്? പെരിയാറാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി കൂടിയാണ് ഏതെന്ന് പറയുന്നത്? പെരിയാർ എന്ന് പറയുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ടല്ലേ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളൊക്കെ ഉള്ളത് എവിടെയാണ്? പെരിയാറിലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദിയും ഏത് തന്നെയാണ്? നമ്മുടെ പെരിയാർ തന്നെയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ചോദിച്ചാലും ഏത് തന്നെയാണ്? പെരിയാറാണ് അല്ലെ. എന്തുകൊണ്ടാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. അതിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് നമ്മുടെ പെരിയാറിന്റെ പോഷക നദികള്? പഠിച്ചു വെച്ചേക്കണം. പെരിയാറിന്റെ പോഷക നദികള് ഓർത്തു വെച്ചേക്കോ.
കട്ടപ്പനയാറ്, മുല്ലയാറ്, മുതിരപ്പുഴയാറ്, ചെറുതോണിയാറ്, പെരിഞ്ചൻകുട്ടിയാറ്, ഇടമലയാറ്. ഇതൊക്കെയാണ് നമ്മുടെ പെരിയാറിന്റെ പോഷക നദികൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? കട്ടപ്പനയാറ്, മുല്ലയാറ്, മുതിരപ്പുഴയാറ്, ചെറുതോണിയാറ്, പെരിഞ്ചൻകുട്ടിയാറ്, ഇടമലയാറ്. ഏതൊക്കെയാണ്? ഒന്നുകൂടി പറഞ്ഞേ. കട്ടപ്പനയാറ്. കട്ടപ്പനയാറ് ആരുടേതാണ്? പെരിയാറിന്റേതാണ്. മുല്ലയാറ്, മുതിരപ്പുഴയാറ്, ചെറുതോണിയാറ്, പെരിഞ്ചൻകുട്ടിയാറ്, ഇടമലയാറ്. പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കോഡാണ്. എന്താണെന്നറിയോ? കട്ടപ്പനയിലെ മുല്ലാക്കയുടെ കുതിരയ്ക്ക് ചെറു തേനാണ് പെരുത്ത് ഇഷ്ടം എന്ന് പറയുന്ന ഒരു ചെറിയ കോഡൊക്കെയാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നത് കേട്ടോ. ഒന്ന് വേണമെങ്കിൽ ഓർത്തു വെച്ചേക്കാം. എന്താ കോഡ് ഇത്? പെരിയാറിന്റെ പോഷക നദികളുടെ കോഡാണ്. കട്ടപ്പനയിലെ മുല്ലാക്കയുടെ കുതിരയ്ക്ക് ചെറു തേനാണ് പെരുത്ത് ഇഷ്ടം. അപ്പൊ കട്ടപ്പന എന്ന് പറയുമ്പോൾ കട്ടപ്പനയാറ്, മുല്ലാക്ക എന്ന് പറയുമ്പോൾ മുല്ലയാറ്, കുതിര എന്ന് പറയുന്നത് മുതിരപ്പുഴയാറ്, ചെറുതേൻ എന്ന് പറയുമ്പോൾ ചെറുതോണിയാറ്, പെരുത്ത് എന്ന് പറയുമ്പോൾ പെരിഞ്ചൻകുട്ടിയാറ്, ഇഷ്ടം എന്നുള്ള രീതിയിൽ ഇടമലയാറ്. ഓക്കെ, ഓർത്ത് വെച്ചേക്കണം കേട്ടോ. 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ അത് കിട്ടിക്കോളും. നമുക്ക് ഇങ്ങനെ കാണാതെ എഴുതൊന്നും വേണ്ടല്ലോ. നമുക്ക് ആ ഒരു ഓപ്ഷനിൽ നോക്കുന്ന സമയത്ത് ഇത് പെരിയാറിന്റെ പോഷക നദിയാണോ അല്ലേന്ന് കിട്ടിയാൽ മാത്രം മതി. അപ്പൊ ഇതൊരു 3-4 തവണ അങ്ങനെ വായിക്കുമ്പോൾ തന്നെ അത് കിട്ടിക്കോളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് അടുത്ത നദിയായിട്ടുള്ള ഭാരതപ്പുഴയാണ്. ഓക്കെ, അപ്പൊ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭാരതപ്പുഴയെ പറ്റിയിട്ടാണ് നോക്കാനുള്ളത്. ഭാരതപ്പുഴയുടെ നീളം എത്രയാണ് വരുന്നത്? 209 കിലോമീറ്റർ ആണ് അല്ലെ. 209 കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ നീളം എന്ന് പറയുന്നത്. പെരിയാർ നമ്മൾ പറഞ്ഞു എത്രയായിരുന്നു? 244 കിലോമീറ്റർ ആണ്. ഇനി 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭാരതപ്പുഴയുടെ നീളം ചോദിച്ചാലോ? അത് 209 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭാരതപ്പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? എവിടെ നിന്നാണ്? ആനമലയിൽ നിന്നാണ് കേട്ടോ. നമ്മൾ പെരിയാർ പറഞ്ഞത് എവിടെന്നാ? ശിവഗിരി മലയാണ് അല്ലെ, ശിവഗിരി മല. എന്നാൽ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എവിടെ പോയിട്ടാണ് പതിക്കുന്നത്? അറബിക്കടലിലാണ്. അറബിക്കടലിലാണ് ആര് പോയിട്ട് പതിക്കുന്നത്? ഭാരതപ്പുഴ പോയിട്ട് പതിക്കുന്നത്. ഇനി നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ നദിയാണ് ഇതെന്ന് പറയുന്നത് ഭാരതപ്പുഴ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ചോദിച്ചാൽ അതേതാണ്? അത് ഭാരതപ്പുഴയാണ് കേട്ടോ. മാറരുത്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് പെരിയാർ ആണെങ്കിൽ കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അത് ഭാരതപ്പുഴയാണ്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഇനി ഈ ഭാരതപ്പുഴയും പണ്ട് കാലങ്ങളിൽ വിളിച്ചിരുന്ന കുറച്ച് പേരുകളുണ്ട്. ഏതൊക്കെയാണ്? നീള അല്ലെ, ഒരുവിധ ആളുകൾക്കൊക്കെ കിട്ടുന്നതാണ്. നീള എന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴയാണ്. നീള എന്ന് പറയുന്നത് ഏത് നദിയെന്ന് വിളിക്കാറ്? ഭാരതപ്പുഴയാണ്. അതുപോലെ തന്നെ പേരാറ്, പൊന്നാനിപ്പുഴ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. പേരാറൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. പേരാറ്, അതുപോലെ തന്നെ പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ഭാരതപ്പുഴയാണ്. അപ്പൊ എന്തൊക്കെയാണ്? നിള, അതുപോലെ പേരാറ്, പൊന്നാനിപ്പുഴ. നിള, പേരാറ്, പൊന്നാനിപ്പുഴ ഇതൊക്കെ അറിയപ്പെടുന്നത് ഏത് നദിയാണ്? ഭാരതപ്പുഴയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മാമാങ്കം ആഘോഷമൊക്കെ നടക്കുന്നത് ഏതിന്റെ തീരത്താണ്? നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്താണ് അല്ലെ. നമ്മുടെ കുംഭമേളൊക്കെ നടന്നത് ഏതിന്റെ തീരത്തായിരുന്നു? ഭാരതപ്പുഴയുടെ തീരത്താണ്. അപ്പൊ ഓർത്ത് വെച്ചേക്കാട്ടോ. പ്രസിദ്ധമായിട്ടുള്ള മാമാങ്ക ആഘോഷമൊക്കെ നടന്നത് ഏത് നദീതീരത്താണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഈ പറയുന്ന ഭാരതപ്പുഴയുടെ തീരത്താണ്. അതുപോലെ തന്നെ ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ചോദിച്ചാൽ അത് ഏതൊക്കെയാണ്? പാലക്കാട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് തൃശ്ശൂര് വരുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മലപ്പുറം അല്ലെ. അപ്പം പാലക്കാട്, അതുപോലെ തന്നെ തൃശ്ശൂര്, മലപ്പുറം എന്നീ ജില്ലകളിലൂടെയാണ് ഏത് നദി ഒഴുകുന്നത്? ഭാരതപ്പുഴ ഒഴുകുന്നത്. ഏതൊക്കെയാണ് ജില്ലകള്? പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം കേട്ടോ. ഓർത്ത് വെച്ചേക്കണേ. ഇനി നമ്മുടെ ഭാരതപ്പുഴയുടെ പോഷക നദികൾ അതും കൂടി എന്ത് ചെയ്യണം? ഒന്ന് ഓർത്തു വെക്കണം. ഏതൊക്കെയാണ് ഭാരതപ്പുഴയുടെ പോഷക നദികൾ എന്ന് നോക്കാം. ഒന്ന് കണ്ണാടിപ്പുഴ, 2ാമത്തേത് തൂതപ്പുഴ, അടുത്തത് ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഈ 4 നമ്മുടെ ഭാരതപ്പുഴയുടെ പോഷക നദികൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ അല്ലെ. ഇതും പഠിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കോഡൊക്കെ ഉണ്ട്. അതായത് കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ തൂക്കിയായിരുന്ന ഗായത്രി എന്ത് ചെയ്തു? കാൽ തെറ്റിയിട്ട് ഭാരതപ്പുഴയിലോട്ടേക്ക് വീണു എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ഭാരതപ്പുഴയുടെ പോഷക നദികളാണ്. അപ്പൊ അത് മനസ്സിലുണ്ടാവണം. അപ്പൊ കണ്ണാടി നോക്കി ഇങ്ങനെ തൂക്കുകയായിരുന്ന ആരാ? ഗായത്രി അല്ലെ. ഗായത്രി കണ്ണാടി നോക്കി ഇങ്ങനെ തൂക്കിയായിരുന്നു. ആ സമയത്ത് അത് എന്ത് ചെയ്തു? കാല് തെറ്റിക്കൊണ്ട് എങ്ങോട്ടാ പോയി വീണത്? ഭാരതപ്പുഴയിലാണ് വീണത്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഭാരതപ്പുഴയുടെ പോഷക നദികളൊക്കെ അങ്ങ് കിട്ടും. ഏതൊക്കെയാണ്? കണ്ണാടിപ്പുഴ, പിന്നെ ഏതാണ്? തൂതപ്പുഴ, ഗായത്രിപ്പുഴ, പിന്നെ കൽപ്പാത്തിപ്പുഴ. ഇതാണ് നമ്മുടെ ആരുടേത്? ഭാരതപ്പുഴയുടെ പോഷക നദികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? നീളം നമ്മൾ പഠിച്ചു അല്ലെ. എത്രയാണ്? 209 കിലോമീറ്റർ.
പെരിയാർ ആണെങ്കിൽ 244 കിലോമീറ്റർ. ഭാരതപ്പുഴ എത്രയാണ്? 209. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പതിക്കുന്നതാണെങ്കിലോ അറബിക്കടലിൽ പോയിട്ട് പതിക്കുന്നു. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. നിള, പേരാറ്, അതുപോലെ പൊന്നാനിപ്പുഴ അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. ഇനി പ്രസിദ്ധമായിട്ടുള്ള മാമാങ്കവും ആഘോഷമൊക്കെ നടക്കുന്നത് എവിടെയാണ്? ഭാരതപ്പുഴയിലാണ് അല്ലെ? ഭാരതപ്പുഴയുടെ തീരത്താണ്. അതുപോലെ തന്നെ ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ചോദിച്ചാൽ അത് ഏതൊക്കെയാണ്? പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം ഇത്രയും ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഇനി പ്രധാനപ്പെട്ട പോഷക നദികൾ ചോദിക്കുകയാണെങ്കിൽ അത് ഏതൊക്കെയാണ്? കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, പിന്നെ ഏതാണ്? കൽപ്പാത്തിപ്പുഴ. ഇതൊക്കെയാണ് ഭാരതപ്പുഴയുടെ പോഷക നദികളായിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടുമല്ലോ. ഇനി നമുക്ക് അടുത്തത് പമ്പേനെ കുറിച്ചാണ് പറയാനുള്ളത്. പമ്പ എത്ര കിലോമീറ്റർ ആണെന്ന് ഓർമ്മയുണ്ടോ? പമ്പയുടെ കിലോമീറ്റർ 176 കിലോമീറ്റർ അല്ലെ? അപ്പൊ പെരിയാറ് 244, ഭാരതപ്പുഴ 209, പമ്പയാണെങ്കിൽ 176 കിലോമീറ്ററുമായിട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. നമുക്കറിയാം പമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? പുളിച്ചി മലയിൽ നിന്നാണ് കേട്ടോ. ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് പമ്പയുടെ ഉത്ഭവ സ്ഥാനം എവിടെ നിന്നാണ്? പുളിച്ചി മല. പമ്പ, പുളിച്ചി മല ആ ഒരു പേരുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. പമ്പ എവിടെന്നാ ഉത്ഭവിക്കുന്നത്? പുളിച്ചി മലയിൽ നിന്നാണ്. പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. വേമ്പനാട്ട് കായലിന് പിന്നീട് അങ്ങനെ എങ്ങോട്ട് പോകുന്നുണ്ട്? അറബിക്കടലിലോട്ടേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ പതിക്കുന്നത് നേരിട്ട് എങ്ങോട്ടാ പതിക്കുന്നത് എന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായലിലാണ്. അപ്പൊ പമ്പയുടെ ഉത്ഭവം എവിടുന്നാന്ന് ചോദിച്ചാൽ പുളിച്ചി മല, പതിക്കുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലാണ്. അതുപോലെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബാരിസ്, അതുപോലെ ദക്ഷിണ ഭഗീരഥി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാന്ന് ചോദിക്കാറുണ്ട്. പമ്പ. ബാരിസ് ഒക്കെ ഒരുപാട് തവണ ചോദിച്ചതാണ്. ഓക്കെ, അപ്പൊ ബാരിസ് എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് ഏതാണ്? അതും പമ്പ അല്ലെ? പേരാറാണെങ്കിൽ ഏതായിരുന്നു? ഭാരതപ്പുഴയാണ്. എന്നാൽ ബാരിസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് പമ്പയാണ്. അതുപോലെ തിരുവിതാംകൂറിലെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി കൂടിയാണ് ഏത്? പമ്പ എന്ന് പറയുന്നത്. ഓക്കെ, കേരളത്തിന്റെ ജീവനാഡി എന്നൊക്കെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അത് പെരിയാറാണ്. എന്നാൽ തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് പമ്പയാണ്. എന്താ പറഞ്ഞത്? തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? പമ്പയാണ്. അതുപോലെ തന്നെ മാരമൺ കൺവെൻഷൻ നടക്കുന്ന നദീതീരം ചോദിച്ചാൽ അതേതാണ്? അതും പമ്പ തീരത്താണ് മാരമൺ കൺവെൻഷൻ നടക്കുന്നത്. അതും കൂടി ഓർത്തു വെച്ചേക്കാട്ടോ. പിന്നെ പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലൂടെയാണ് പമ്പ ഒഴുകുന്നത്. അപ്പൊ അതൊന്നും അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല, അങ്ങനെ ചോദിക്കൊന്നുമില്ല. നമ്മുടെ പെരിയാറും ഭാരതപ്പുഴയൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഇനി ഇതിന്റെ പമ്പയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് മണിമലയാറ്, അച്ഛൻ കോവിലാറ്, കക്കിയാറ്, കല്ലാറ്, അഴുതയാറ് ഇതൊക്കെയാണ് പമ്പയുടെ പോഷക നദികൾ. ഏതൊക്കെയാണ്? മണിമലയാറ്, അച്ഛൻ കോവിലാറ്, കക്കിയാറ്, കല്ലാറ്, അഴുതയാറ്. കക്കിയാറ്, കല്ലാറ്, അഴുതയാറ് ഇതൊക്കെ ആരുടേതാണ്? പമ്പയുടെ പോഷക നദികളാണ്. പിന്നെ ഏതൊക്കെയായിരുന്നു? മണിമലയാറും അച്ഛൻ കോവിലാറും. അപ്പൊ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. മണിമലയാറ്, അച്ഛൻ കോവിലാറ്, പിന്നെ കക്കിയാറ്, കല്ലാറ്, അഴുതയാറ് ഇതൊക്കെ പമ്പയുടെ പോഷക നദികളാണ്. ഇനി നമ്മൾ അടുത്തത് 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ചാലിയാറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ചാലിയാറിന്റെ നീളം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 169 കിലോമീറ്റർ ആണ്. എത്രയാണ്? 169 കിലോമീറ്റർ. എത്രയാണ്? 169 കിലോമീറ്റർ. പെരിയാർ എത്രയായിരുന്നു? 244. ഭാരതപ്പുഴ എത്രയായിരുന്നു? 209. അതുപോലെ പമ്പ എത്രയായിരുന്നു? പമ്പ 176 ആണ് അല്ലെ? ചാലിയാർ ആണെങ്കിൽ 169 കിലോമീറ്റർ. ഓർമ്മയിൽ ഉണ്ടാവണേ. ഓക്കെ, നോക്കാം നമുക്ക്. ചാലിയാറുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ ചാലിയാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് കേട്ടോ. ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് ചാലിയാർ ഉത്ഭവിക്കുന്നത്. അറബിക്കടലിൽ പോയിട്ടാണത് പതിക്കുന്നത്. അതുപോലെ തന്നെ ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് ഏത്? ചാലിയാർ എന്ന് പറയുന്നത്. ഓക്കെ, ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ഏതാണ്? ചാലിയാർ പുഴയാണ്. നമ്മുടെ വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെയാണ് ഏത് നദി ഒഴുകുന്നത്? ചാലിയാർ പുഴ ഒഴുകുന്നത് കേട്ടോ. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെയാണ് ചാലിയാർ പുഴ ഒഴുകുന്നത്. ഇനി നമ്മുടെ ഇരുവഞ്ഞിപ്പുഴ, കരിമ്പുഴ ഒക്കെയാണ് ആരുടെ? ചാലിയാറിന്റെ പോഷക നദികൾ എന്ന് പറയുന്നത് കേട്ടോ. അതൊന്നും അങ്ങനെ ചോദിക്കാറില്ല. ഇരുവഞ്ഞിപ്പുഴ ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. ഇരുവഞ്ഞിപ്പുഴ ആരുടേതാണ്? ചാലിയാറിന്റെ പോഷക നദികളാണെന്ന് ഓർത്തു വെച്ചേക്കാം. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ചാലിയാർ എന്ന് പറയുമ്പോൾ അതിന്റെ നീളം ഓർത്തു വെച്ചേക്കണം, 169 കിലോമീറ്റർ ആണ്.
ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് ചാലിയാർ ഉത്ഭവിക്കുന്നത്. അറബിക്കടലിൽ പോയിട്ടാണ് പതിക്കുന്നത്. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് ചാലിയാർ എന്ന് പറയുന്നത്. വയനാട് അതുപോലെ തന്നെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെയാണ് ഏത് നദി ഒഴുകുന്നത്? ചാലിയാർ നദി ഒഴുകുന്നത്. ഇരുവഞ്ഞിപ്പുഴയും കരിമ്പുഴയാണ് അതിന്റെ പോഷക നദികൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ചാലക്കുടി പുഴയെ പറ്റിയിട്ടാണ് നോക്കുന്നത്. ചാലക്കുടി പുഴയുടെ നീളം ചോദിച്ചാൽ എത്രയായിരുന്നു? 145.5 കിലോമീറ്റർ ആണ് ചാലക്കുടി പുഴയുടെ നീളം എന്ന് പറയുന്നത്. ചാലക്കുടി പുഴയും എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ആനമലയിൽ നിന്നാണ് കേട്ടോ. ആനമലയിൽ നിന്നാണ് ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നത്. ഓർത്തു വെച്ചേക്കണേ, നമ്മൾ ഭാരതപ്പുഴ പഠിച്ച സമയത്ത് പറഞ്ഞതാണ്. ചാലക്കുടി പുഴയും കൂടി ഓർത്തു വെക്കുക. ചാലക്കുടി പുഴയും എവിടുന്നാണ് ഉത്ഭവിക്കുന്നത്? ആനമലയിൽ നിന്നാണ്. പതിക്കുന്നത് എവിടെയാണ്? പെരിയാറിലാണ് ചാലക്കുടി പുഴ പോയിട്ട് പതിക്കുന്നത് കേട്ടോ. പിന്നീട് അത് അങ്ങോട്ട് വേമ്പനാട്ട് കായലിലോട്ട് പോകും. ഇപ്പം ചാലക്കുടി പുഴ എവിടെയാ പോയി പതിക്കുന്നത് എന്ന് ചോദിച്ചാൽ പെരിയാറിലാണ്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ചോദിച്ചാൽ അത് ഏതാണ്? ചാലക്കുടി പുഴയാണ് കേട്ടോ. ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി, അതുപോലെ തന്നെ കേരളത്തിലെ ജൈവ വൈവിധ്യം കൂടുതലുള്ള നദി, അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഏത് തന്നെയാണ്? ചാലക്കുടി പുഴ തന്നെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്ത് ഉണ്ട്, അതുപോലെ തന്നെ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി, അതൊക്കെ ഏത് തന്നെയാണ്? ചാലക്കുടി പുഴയാണ്. പിന്നെ നമ്മുടെ ആതിരപ്പള്ളി, വാഴച്ചാൽ, വെള്ളച്ചാട്ടമൊക്കെ സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ ഏതാണ്? ചാലക്കുടി പുഴയാണ്. ഏതൊക്കെയാണ്? ആതിരപ്പള്ളിയിലെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആതിരപ്പള്ളിയും അതുപോലെ തന്നെ വാഴച്ചാലും ഇതൊക്കെ എവിടെയാണ് വരുന്നത്? ചാലക്കുടി പുഴയിലാണെന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെച്ചാൽ മതി. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ചാലക്കുടി പുഴയുടെ നീളം നമ്മൾ ആദ്യം പഠിച്ചു. എത്രയായിരുന്നു? 145.5 കിലോമീറ്റർ ആണ്. എവിടുന്നാണ് ഉത്ഭവിക്കുന്നത്? ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പെരിയാറിൽ പോയിട്ടാണ് അത് പതിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദിയാണ്. അതുപോലെ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ഏത്? ചാലക്കുടി പുഴ എന്ന് പറയുന്നത്. അതുപോലെ ആതിരപ്പള്ളി, അതുപോലെ തന്നെ വാഴച്ചാല്, ഈ പറയുന്ന വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ ചാലക്കുടി പുഴയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്തത് കോമൺ ആയിട്ട് നദികളുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, ഇതിന്റെ കൂടെ നോക്കുക. ഓക്കെ, നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ചോദിച്ചാൽ അതേതാണ്? കുറ്റ്യാടിപ്പുഴയാണ് കേട്ടോ. പഠിച്ചു വെച്ചേക്കാം. മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? കുറ്റ്യാടിപ്പുഴയാണ്. അതുപോലെ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ചോദിച്ചാൽ അതേതാണ്? മയ്യഴിപ്പുഴയാണ് കേട്ടോ. ചോദിക്കാറുള്ളതാണ്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ചോദിച്ചാൽ അതേതാണ്? മയ്യഴിപ്പുഴയാണ്. അതുപോലെ തന്നെ പയസ്വിനി നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? ചന്ദ്രഗിരി പുഴയാണ്. പയസ്വിനി നദി എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴയാണ്. അതുപോലെ കേരളത്തിലെ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? കുന്തിപ്പുഴയാണ് കേട്ടോ. കേരളത്തിലെ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയാണ് ഏതെന്ന് പറയുന്നത്? കുന്തിപ്പുഴ. അപ്പൊ അത്രയും കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് തരാം. നമ്മൾ പറഞ്ഞു മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? കുറ്റ്യാടിപ്പുഴയാണ്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ചോദിച്ചാൽ അതേതാണ്? മയ്യഴിപ്പുഴ. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. പയസ്വിനി നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ചന്ദ്രഗിരി പുഴയാണ്. പയസ്വിനി നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? ചന്ദ്രഗിരി പുഴയാണ്. അതുപോലെ കേരളത്തിലെ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ചോദിച്ചാൽ അതേതാണ്? അത് കുന്തിപ്പുഴയാണ്. ഓക്കെ, ഇനി അടുത്തത് കേരളത്തിലെ മലിനീകരണം കൂടിയ നദികൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ചാലിയാറും അതുപോലെ തന്നെ പെരിയാറും വരുന്നുണ്ട് കേട്ടോ. കുറെ മുന്നേയൊക്കെ ചാലിയാറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ പെരിയാറും എന്താണ്? മലിനീകരണം കൂടിയ നദികളിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ കേരളത്തിലെ മലിനീകരണം ഏറ്റവും കൂടിയ നദികളാണ് പെരിയാറും അതുപോലെ തന്നെ ചാലിയാറും. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ മഞ്ചേശ്വരം പുഴ അല്ലെ. നമ്മൾ പറഞ്ഞു ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴ എന്ന് പറയുന്നത്. ഈ മഞ്ചേശ്വരം പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് ഓർത്തു വെച്ചേക്കുക. അത് എവിടെ നിന്നാണ്? ബാലെപ്പൂണി കുന്നുകളിൽ നിന്നാണ് കേട്ടോ. ബാലെപ്പൂണി കുന്നുകളിൽ നിന്നാണ് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത്. ഉപ്പള കായലിലാണ് പോയിട്ട് പതിക്കുന്നത്. ഓക്കെ, ചോദിക്കാറുള്ളതാണ്. മഞ്ചേശ്വരം പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ എവിടുന്നാണ്? ബാലെപ്പൂണി കുന്നുകളിൽ നിന്നാണ്. പതിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉപ്പള കായലാണ്. ഓക്കെ, ഇനി കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. അപ്പൊ നമ്മൾ ഓൾറെഡി ഏറ്റവും ചെറിയ നദി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ് അല്ലെ. പക്ഷെ കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? രാമപുരം നദിയാണ് കേട്ടോ. അപ്പൊ കടലിൽ പോയിട്ട് പതിക്കുന്നതിലെ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ രാമപുരം നദിയാണ്. ഇനി ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ അയിരൂർ പുഴയാണ് കേട്ടോ. ഓർത്തു വെച്ചേക്ക്. അതിന്റെ കൂടെ തന്നെ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അയിരൂർ പുഴ. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് ചോദിച്ചാൽ അയിരൂർ പുഴയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി ചോദിച്ചാലോ?
തെക്കേ അറ്റത്തെ നദി? അത് നമ്മുടെ നെയ്യാറാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയാണ് ഏത്? നെയ്യാർ എന്ന് പറയുന്നത്. അതിന്റെ പോഷക നദികളാണ് കല്ലാറും കരവലിയാറും. കല്ലാറൊക്കെ ഒരു മുന്നേ ചോദിച്ചതാണ്. കല്ലാറ് അതുപോലെ തന്നെ കരവലിയാറൊക്കെ നമ്മുടെ നെയ്യാറിന്റെ പോഷക നദികളിൽ വരുന്നതാണ്. ഇനി കുറെ വർഷങ്ങൾക്ക് മുമ്പ് വറ്റി വരണ്ടു പോയിട്ടുള്ള ഒരു പുഴയുണ്ട്. അത് പിന്നീട് എന്ത് ചെയ്തിട്ടായിരുന്നു? വീണ്ടും പുനർജനിച്ചിട്ടുണ്ടായിരുന്നു. ആ പുഴയാണ് ഏത്? കൊടങ്ങരപ്പള്ളം പുഴ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് കൊടങ്ങരപ്പള്ളം പുഴ എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് വറ്റി വരണ്ട് പോയൊരു നദിയായിരുന്നു. പിന്നീട് അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വീണ്ടും അത് ഒഴുകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു നദിയാണ് കൊടങ്ങരപ്പള്ളം പുഴ. അത് എതിലൂടെയാണ് ഒഴുകുന്നത്? അട്ടപ്പാടിയിലൂടെയാണെന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന ഒരു നദി ഉണ്ടല്ലോ, അതേതാണ്? അതാണ് നമ്മുടെ ചന്ദ്രഗിരി പുഴ എന്ന് പറയുന്നത്. അപ്പൊ കാസർഗോഡ് ജില്ലയിലെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ് ഏതാ? ചന്ദ്രഗിരി പുഴ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ എസ്.കെ. പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ്? അത് ഇരുവഞ്ഞിപ്പുഴയാണ് കേട്ടോ. എസ്.കെ. പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് ഏതാ? ഇരുവഞ്ഞിപ്പുഴ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ O.V. വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? അത് തൂതപ്പുഴയാണ്. O.V. വിജയന്റെ ഗുരുസാഗരം എന്ന് പറയുന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് തൂതപ്പുഴ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ചോദിച്ചാൽ അതേതാണ്? അത് കോരപ്പുഴയാണ് കേട്ടോ. ഏതാണ്? കോരപ്പുഴ. എന്തൊക്കെയാ പറഞ്ഞത്? ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് തരാം. നമ്മൾ പറഞ്ഞു കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ അതേതാണ്? അത് രാമപുരം നദിയാണ്. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം പുഴ. ഇനി ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ അതേതാണ്? അത് അയിരൂർ പുഴയാണ്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് അയിരൂർ പുഴയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി ചോദിച്ചാൽ അതേതാണ്? അത് നെയ്യാറാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയാണ് ഏത്? നെയ്യാർ എന്ന് പറയുന്നത്. അതിൽ തന്നെ കല്ലാറും കരവലിയാറും ഒക്കെ അതിന്റെ പോഷക നദികളായിട്ടും വരുന്നതാണ്. ഇനി വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വറ്റി വരണ്ടു പോയ ഒരു പുഴ, പിന്നീട് അത് വീണ്ടും പുനർജനിച്ച് വീണ്ടും ഒഴുകി തുടങ്ങിയ ഒരു പുഴയുണ്ട് അല്ലെ, അതാണ് കൊടങ്ങരപ്പള്ളം പുഴ. അത് ഏതിലൂടെയാണ് ഒഴുകുന്നത്? അട്ടപ്പാടിയിലൂടെയാണ് ഒഴുകുന്നത്. ഇനി കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന ഒരു നദിയുണ്ടല്ലോ, ഏതായിരുന്നു അത്? ചന്ദ്രഗിരി പുഴയാണ് അല്ലെ. ചന്ദ്രഗിരി പുഴയാണ് കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ എസ്.കെ. പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന് പറയുന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന പുഴ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? അത് ഇരുവഞ്ഞിപ്പുഴയാണ്. നാടൻ പ്രേമം ഇരുവഞ്ഞിപ്പുഴ. അതുപോലെ O.V. വിജയന്റെ ഗുരുസാഗരം എന്ന് പറയുന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന പുഴ ചോദിച്ചാലോ? അത് തൂതപ്പുഴയാണ് അല്ലെ. O.V. വിജയന്റെ ഗുരുസാഗരം എന്ന് പറയുന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ചോദിച്ചാൽ തൂതപ്പുഴയാണ്. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചതാണെങ്കിലോ അത് കോരപ്പുഴയാണ്. ഓർത്തു വെച്ചേക്കണേ. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് പഠിക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഓക്കെ, ഏതിലാണ് തണ്ണീർമുക്കം ബണ്ട്? വേമ്പനാട്ട് കായലിലാണ് അല്ലെ. വേമ്പനാട്ട് കായലിലാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് കായലുകളുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. നദികൾ, കായൽ ഒക്കെ സ്ഥിരം ചോദ്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ, കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? എത്ര ഉണ്ട്? 44 നദികളാണ് അല്ലെ. അപ്പം 34 കായലുകളാണ് ഉള്ളത് അല്ലെ. അപ്പൊ കേരളത്തില് കായലുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 34. അപ്പൊ 44 നദികളുണ്ട്, 34 കായലുകളുണ്ട്. ഓർത്തു വെക്കാൻ എളുപ്പമാണ്, പഠിക്കണേ. 44 നദികളാണ്, 34 കായലുകളാണ്. 44 നദികളില് 41 എണ്ണം എങ്ങോട്ടാ പോകുന്നത്? പടിഞ്ഞാറോട്ടേക്ക്. ബാക്കിയുള്ള 3 എണ്ണമാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? കിഴക്കോട്ടേക്ക് പോകുന്നത്. ഇനി കായലുകൾ നമ്മൾ പറഞ്ഞു 34 കായലുകളാണ് അല്ലെ. ഇനി കായലുകളുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള 1-2 ടേംസ് ആളുണ്ട്. അഴി, പൊഴി, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. എന്താണ് അഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. കായല് കടലുമായി ചേരുന്ന ഭാഗത്ത് കിടക്കുന്ന ഒരു പ്രദേശത്തെയാണ് അഴി എന്ന് പറയുന്നത്. എന്താണ്? കായല് കടലുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശം, അതാണ് അഴി എന്ന് പറയുന്നത്. എന്നാല് കായൽ കടലിനോട് ചേരുന്ന ഭാഗത്ത് നിർമ്മിച്ചിട്ടുള്ള താൽക്കാലിക മണൽത്തിട്ടേനെ പറയുന്ന പേരാണ് പൊഴി എന്ന് പറയുന്നത് കേട്ടോ. മാറിപ്പോകരുത്. അഴി എന്ന് പറഞ്ഞാല് കായലും കടലും ചേർന്ന് കിടക്കുന്ന ആ ഒരു പ്രദേശം, അതിനെയാണ് നമ്മൾ അഴി എന്ന് പറയുന്നത്. അപ്പൊ പൊഴി എന്ന് പറഞ്ഞാൽ എന്താ? കായല് കടലിനോട് ചേരുന്ന ഭാഗത്ത് നിർമ്മിച്ചിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള മണൽത്തിട്ടയാണ് എന്ത്? പൊഴി എന്ന് പറയുന്നത് അല്ലെ. മണലല്ല ഇങ്ങനെ പൊഴിഞ്ഞു പോവുക, അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ, മാറിപ്പോകരുത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. കായലുകളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്?
അതേതാണ്? അതാണ് വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത് അല്ലെ. ഏറ്റവും വലിയ നദി ചോദിച്ചാൽ പെരിയാറാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? അത് വേമ്പനാട്ട് കായലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ അറിയണം. നോക്കാം നമുക്ക്. വേമ്പനാട്ട് കായലിന്റെ നീളം ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 96 കിലോമീറ്റർ ആണ് വേമ്പനാട്ട് കായലിന്റെ നീളം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇത് എറണാകുളം, അതുപോലെ തന്നെ ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു കായലാണ് ഇത് വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത്. ഏതൊക്കെ ജില്ലകളായിരുന്നു? എറണാകുളം, ആലപ്പുഴ, കോട്ടയം, ആ 3 ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു കായലാണ് ഇത് വേമ്പനാട്ട് കായൽ. ഇനി ഈ ഒരു കായലിൽ കാണപ്പെടുന്ന 1-2 ദ്വീപുകളുണ്ട്, എപ്പോഴും ചോദിക്കാറുണ്ട്. പാതിരാമണൽ ദ്വീപ്, അതുപോലെ തന്നെ വെല്ലിംഗ്ടൺ ദ്വീപ്, ഇതൊക്കെ എവിടെയാ വരുന്നത്? വേമ്പനാട്ട് കായലിലാണ്. ഏതൊക്കെയാണ്? പാതിരാമണൽ ദ്വീപും വെല്ലിംഗ്ടൺ ദ്വീപും ഒക്കെ വരുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ്. അതുപോലെ വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബണ്ട് ഉണ്ട്, അതാണ് തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നത്. അപ്പൊ തണ്ണീർമുക്കം ബണ്ടൊക്കെ എവിടെയാണ് നിർമ്മിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടണം. എവിടെയാണ്? നമ്മുടെ വേമ്പനാട്ട് കായലിലാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത്. അതായത് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായിട്ട് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു തടയണയാണ് എന്തെന്ന് പറയുന്നത്? തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് എവിടെ തന്നെയാണ്? എവിടെയാണ്? നമ്മുടെ വേമ്പനാട്ട് കായലിലാണ്. വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട അത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ മതി. അപ്പൊ നോക്കാം നമുക്ക്. വേമ്പനാട്ട് കായൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ്. 96 കിലോമീറ്റർ ആണ്. എറണാകുളം, അതുപോലെ കോട്ടയം, ആലപ്പുഴ ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കായലാണ്. ഇതിൽ കാണപ്പെടുന്ന 2 ദ്വീപുകൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? വെല്ലിംഗ്ടൺ ദ്വീപും അതുപോലെ തന്നെ പാതിരാമണൽ ദ്വീപും. ഇനി വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന തടയണ അല്ലെങ്കിൽ ബണ്ട് ഏത് പേരിലാണ്? ബണ്ടാണ് കേട്ടോ. തടയണ തോട്ടപ്പള്ളി സ്പിൽവേ ആണ്. ഈ ബണ്ട് ചോദിച്ചാൽ അത് ഏതാണ്? തണ്ണീർമുക്കം ബണ്ടാണ്. ഓക്കെ. അതുപോലെ തന്നെ തോട്ടപ്പള്ളി സ്പിൽവേ ഒക്കെ എവിടെ വരുന്നത്? വേമ്പനാട്ട് കായലിലാണ്. ഇനി രണ്ടാമത്തെ ഒരു കായൽ നോക്കാം. രണ്ടാമത്തെ കായൽ ഏതാണ്? അഷ്ടമുടി കായലാണ്. അപ്പൊ കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായലാണ് ഇത് അഷ്ടമുടി കായൽ എന്ന് പറയുന്നത്. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായലാണ്. ചോദിക്കാറുള്ളതാണ്. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായൽ ഏതാണ്? അഷ്ടമുടി കായലാണ്. പനയോല, അതുപോലെ തന്നെ നീരാളി, അങ്ങനെയുള്ള ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു കായൽ കൂടിയാണ് ഇത് അഷ്ടമുടി കായൽ എന്ന് പറയുന്നത്. അപ്പൊ അഷ്ടമുടി കായലിന്റെ ഒരു ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ പനയോല അല്ലെങ്കിൽ ഒരു നീരാളി അങ്ങനത്തെ ഒരു ഷേപ്പാണ് ഏതിനുള്ളത്? അഷ്ടമുടി കായലിനുള്ളത്. ഇനി ഇത് ഏത് ജില്ലയിലാണ് വരുന്നത്? കൊല്ലം ജില്ലയിലാണ് അല്ലെ. കൊല്ലം ജില്ലയിലുള്ള കായലാണ് ഇത് അഷ്ടമുടി കായൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ച കായൽ ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? അഷ്ടമുടി കായലാണ് കേട്ടോ. പഠിച്ചു വെച്ചേക്കണം. കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ച കായൽ കൂടിയാണ് ഇത് അഷ്ടമുടി കായൽ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായലാണ്. അതുപോലെ തന്നെ ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായലാണ്. ഇനി കൊല്ലം ജില്ലയിൽ കാണപ്പെടുന്ന കായലാണ്. കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ച കായലാണ്. ഇതൊക്കെ ഏതാണ്? അഷ്ടമുടി കായൽ. ഇനി അടുത്തത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായിട്ടുള്ള ശാസ്താംകോട്ട കായലിനെ പറ്റിയിട്ടാണ് നോക്കാനുള്ളത്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, ഇവിടെ മാറിപ്പോകരുത്, ശുദ്ധജലമാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചത് അതേതാണ്? ശാസ്താംകോട്ട അല്ലെ. വെച്ചങ്ങ് കണക്ട് ചെയ്താൽ മതി. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് വരുന്നത്? ശാസ്താംകോട്ട കായല. അതും എവിടെ തന്നെയാ വരുന്നത്? കൊല്ലം ജില്ലയിലാണ്. ഓക്കെ. അപ്പൊ അഷ്ടമുടി കായലാണെങ്കിലും അതുപോലെ തന്നെ ശാസ്താംകോട്ട കായലാണെങ്കിലും ഒക്കെ എവിടെയാ വരുന്നത്? കൊല്ലം ജില്ലയിലാണ്. ഇനി ഈ പറയുന്ന നമ്മുടെ ശാസ്താംകോട്ട കായലുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ശാസ്താംകോട്ട കായലാണ്. നമുക്കറിയാം ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നതാണ് ഏത്? നമ്മുടെ ശാസ്താംകോട്ട കായല്. ഇനി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയുള്ള ഒരു കായലാണ് കേട്ടോ. ഈ ഒരു കായലിന്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? എഫ് ആകൃതിയാണ്. അപ്പൊ ശാസ്താംകോട്ട കായലിന്റെ ഒരു ഷേപ്പ് എങ്ങനെയാണ്? എഫ് ആകൃതിയാണെന്നും കൂടി അവിടെ ഓർത്തു വെച്ചേക്കാം. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ശാസ്താംകോട്ട കായലുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അതുപോലെ തന്നെ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയില്. ഇനി ഏതാണ് ഷേപ്പ്? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിലുള്ള ഒരു കായലാണ് ഏത്? ശാസ്താംകോട്ട കായല്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായലും കൂടിയാണ് ശാസ്താംകോട്ട കായല്. ഓർത്തു വെക്കണേ അത്രയും കാര്യങ്ങള്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ചും കൂടി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നോക്കാം.
കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ അത് ഏതാണ്? അത് പൂക്കോട്ട് തടാകമാണ് കേട്ടോ. നമ്മുടെ വയനാടുള്ള പൂക്കോട്ട് തടാകമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത്. ഏറ്റവും വലുത് ഏതാണ്? നമ്മളിപ്പോ പറഞ്ഞില്ലേ, ശാസ്താംകോട്ട കായലാണ്. ഏറ്റവും ചെറുത് ചോദിച്ചാൽ അത് ഏതാണ്? പൂക്കോട്ട് തടാകമാണ് കേട്ടോ. പൂക്കോട് എവിടെ വരുന്നത്? വയനാടാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ചോദിച്ചാൽ അത് ഏതാണ്? അത് ഉപ്പള കായലാണ് കേട്ടോ. കേരളത്തിലെ വടക്കേ അറ്റത്തെ കായൽ ചോദിച്ചാൽ അത് ഉപ്പള കായലാണ്. തെക്കേ അറ്റത്തെ കായൽ ചോദിച്ചാലോ? വേളിക്കായലാണ് കേട്ടോ. വടക്ക് ഉപ്പളക്കായലാണ്, തെക്കാണെങ്കിൽ ഏതാണ്? വേളിക്കായലാണ്. ഇനി കേരളത്തില് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അത് മാനാഞ്ചിറ തടാകമാണ് അല്ലെ. നമ്മുടെ കോഴിക്കോടുള്ള മാനാഞ്ചിറ തടാകമാണ് കേരളത്തിലെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ശുദ്ധജല തടാകം എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം ചോദിച്ചാൽ അതേതാണ്? മാനാഞ്ചിറ തടാകമാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം ചോദിച്ചാൽ അതേതാണ്? കൊച്ചിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമായിട്ട് പറയുന്നത് കൊച്ചിയാണ്. ഇനി കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം ചോദിച്ചാൽ അത് ഏതാണ്? വൈന്തല തടാകമാണ് കേട്ടോ. അപ്പൊ കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകമാണ് ഏത്? വൈന്തല തടാകം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതായിരുന്നു? പൂക്കോട് തടാകം. വലുതാണെങ്കിൽ ഏതായിരുന്നു? ശാസ്താംകോട്ട കായലാണ് അല്ലെ. ഏറ്റവും ചെറുതാണെങ്കിൽ പൂക്കോട് തടാകമാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ചോദിച്ചാൽ ഉപ്പളക്കായലാണ്. തെക്കേ അറ്റത്തെ കായൽ ചോദിച്ചാൽ അതേതാണ്? വേളിക്കായലാണ്. ഇനി കേരളത്തിലെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ശുദ്ധജല തടാകം ചോദിച്ചാൽ അതേതാണ്? മാനാഞ്ചിറയാണ്. മാനാഞ്ചിറ തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമായിട്ട് പറയുന്നത് ഏതാണ്? കൊച്ചിയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം ചോദിച്ചാൽ അതേതാണ്? അത് വൈന്തല തടാകമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പഠിക്കാം. ഇതിന്റെ നെക്സ്റ്റ് ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ എടുത്ത കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മാക്സിമം റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് മറന്നു പോകാനുള്ള സാധ്യത കുറവാണ്. പരീക്ഷ വളരെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാക്സിമം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ തന്നെ ആ കാര്യങ്ങൾ അവിടെ കറക്റ്റ് ആയിട്ട് കിടന്നോളൂ. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ പഠിക്കാം. നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്